മാധു, ഇതില് ഇ ഡിയുടെ അന്വേഷണം നിലച്ചുപോയി എന്ന് ഞങ്ങൾ പരിതപിക്കുന്നതല്ല. ഇ ഡി വരുമോ എന്നുള്ള ചോദ്യത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് ഇ ഡി വരില്ല. ഇ ഡി വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടില്ലേ. ഇലക്ഷൻ പ്രഖ്യാപിച്ച് ആ മുഹൂർത്തത്തിൽ ഇബിയുടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ SBI സുപ്രീം കോടതിയിൽ ഹാജരാക്കുന്ന അതിന് മണിക്കൂറുകൾക്കുള്ളിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നടത്തിയ ഒരു പൊളിറ്റിക്കൽ നാടകമാണ്. അതിൽ തർക്കമൊന്നുമില്ല. ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ നടത്തിയിരിക്കുന്ന അതിൻ്റെ ആ അറസ്റ്റിൻ്റെ സമയം, സന്ദർഭം, സാഹചര്യം, അതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി, ഇതിനൊക്കെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇതൊരു ജനാധിപത്യ രീതിക്ക് ചേർന്നതല്ല. കേരളത്തിലേക്ക് ഇ ഡി വരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇ ഡി വന്ന് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ AC മൊയ്തീനെ അറസ്റ്റ് ചെയ്യണം എന്ന് ഞങ്ങളാരും ആവശ്യപ്പെട്ടില്ലല്ലോ. ഇ ഡി വരാത്തത് എന്തായിരുന്നു എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഇത്രയും കാലം ഉണ്ടായിട്ട് ഇ ഡി എന്തുകൊണ്ട് വന്നില്ല? ഇവിടെ കേരളത്തില് LDF-നും NDA-ക്കും കൂടി ഒറ്റ കൺവീനറാണ് EP ജയരാജൻ. അദ്ദേഹമാണ് LDF കൺവീനർ സ്ഥാനത്തിരുന്നു കൊണ്ട് NDA-യുടെ സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണ്, മേന്മയുള്ളവരാണെന്ന് പറയുന്നത്. ഇവിടെ ഇ ഡി വരാത്തതിന്റെ കാരണം ഞങ്ങൾ പറയുന്നത് കൃത്യമാണ്, ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ആളുകൾക്ക് മനസ്സിലാകണ്ടേ കാര്യങ്ങൾ കൃത്യമായിട്ട്. ഇവിടെ ഇ ഡി വരാത്തത് പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച സംഘപരിവാർ നേതാവിന്റെ പേരാണ് പിണറായി വിജയൻ. കാരണം സംഘപരിവാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടപ്പാക്കി കൊടുക്കുന്നുണ്ട് പിണറായി വിജയൻ സർക്കാർ. ഇവിടെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസിൽ ശിവശങ്കർ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ പ്രിൻസിപ്പൽ സെക്രട്ടറി 100 ദിവസം ജയിലിൽ കിടന്നു. അതിൽ തെളിവുകളുണ്ട് എന്ന് ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ പറയുന്നു. എന്തുകൊണ്ട് അനധികൃതമായിട്ട് അത്രയും കാര്യങ്ങൾ നടന്നതിന്റെ ചെയർമാൻ പോസ്റ്റിൽ ഇരിക്കുന്ന പിണറായി വിജയനെ ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താത്ത എന്തുകൊണ്ടായിരുന്നു? സ്വർണ്ണക്കടത്ത് നടന്നത് ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്ന് കൃത്യമായിട്ട് അറിയാമെന്ന് കേരളത്തിന്റെ പ്രധാനമന്ത്രി തൃശ്ശൂർ വന്ന് റാലിയിൽ പ്രസംഗിച്ചില്ലേ? എന്നിട്ട് എന്തേ മുഖ്യമന്ത്രിയോട് അതിനെ കുറിച്ച് ഒന്ന് ചോദിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറാവാതിരുന്നത്? ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ അതിന്റെ വിസ്താരം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 38 തവണ സുപ്രീം കോടതിയിൽ CBIയുടെ വക്കീൽ അവധി ചോദിച്ച് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അത് ആരെ സംരക്ഷിക്കാനാണ്? അത് പിണറായി വിജയനെ സംരക്ഷിക്കാനാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ കരുവന്നൂരിലെ AC മൊയ്തീന്റെ സ്വത്തുക്കൾ കെട്ടി അല്ലെങ്കിൽ അനധികൃത സ്വത്തുക്കൾ ഞങ്ങൾ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് AC മൊയ്തീനിലേക്ക് അറസ്റ്റ് നീളുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിച്ചിട്ട് പിന്നെ അന്വേഷണം നിലച്ചു പോയപ്പോൾ അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇ ഡി കേരളത്തിലേക്ക് വരുമ്പോൾ, ക്ലിഫ് ഹൗസിന്റെ പുറത്തെത്തുമ്പോൾ ഇ ഡിയുടെ വണ്ടി, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വണ്ടികളൊക്കെ ടേൺ എടുക്കും. ഇതിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക് സൊല്യൂഷൻസിലേക്ക് വന്ന അനധികൃതമായിട്ട് വന്ന കള്ളപ്പണങ്ങളെ കുറിച്ചിട്ട്, അഴിമതിയെ കുറിച്ചിട്ടുള്ള അന്വേഷണം ഇ ഡി തുടങ്ങിയിട്ട് 3 വർഷക്കാലമായി. മുഖ്യമന്ത്രിയും മകളും അത് കേരളത്തിലെ പൊതുസമൂഹത്തോട് മൂടി വെച്ചത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിലെ BJP ഉൾപ്പെടെയുള്ള NDA മുന്നണിയിലുള്ള ആളുകൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല? ഇ ഡിയുടെ അന്വേഷണത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ ബാംഗ്ലൂർ ഹൈക്കോടതി പോയപ്പോഴല്ലേ നമ്മൾ വിവരങ്ങൾ പുറത്തറിയുന്നത്. അപ്പൊ അത്രയും കാലം 3 വർഷക്കാലം CPM-ഉം BJP-യും കേരളത്തിലെ ആളുകളെ പൊട്ടം കളിപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള നിലപാടെടുത്ത്. ഇനി താങ്കൾ പറഞ്ഞ ചോദ്യം, വരട്ടെ നോക്കാം, മടിയിൽ കനമില്ല എന്നൊക്കെ മുഹമ്മദ് റിയാസിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നിരന്തരം പറയുന്നുണ്ട്. പക്ഷെ മടിയിൽ കനമില്ലാത്തവർ എന്തുകൊണ്ടാണ് കമ്പനി പൂട്ടി ഓടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പോകുന്നത്? അന്വേഷണം നടത്തരുതെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കനമുണ്ട്, പേടിക്കാനുണ്ട്, അതുകൊണ്ടാണ് കമ്പനി പൂട്ടി പോകുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞത് ഒന്നിച്ച് നേരിടുമെന്ന് കോൺഗ്രസ് പറയാത്ത എന്തുകൊണ്ടാണെന്ന്. കരുവന്നൂരിൽ ഇ ഡി വരുന്നതിനെ കോൺഗ്രസ് സ്വാഗതം ചെയ്യും. കാരണം കരുവന്നൂരിലെ പരാതിക്കാർ CPM-ന്റെ സഹയാത്രികരും സഹപ്രവർത്തകരും പാർട്ടിയുടെ അണികളുമായിരുന്നു. അവരുടെ വിയർപ്പിന്റെ വിലയാണ് പാർട്ടി സഖാക്കന്മാർ കൊള്ളയടിച്ചത്. അവരാണ് പരാതി കൊടുത്തത്. അഴിമതി ആരോപണം വന്നിട്ടുണ്ട്. അവിടുത്തെ PCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ അന്വേഷണം നടക്കണം. ആ അന്വേഷണത്തിൽ കാലങ്ങൾ 1.5 വർഷത്തോളം താമസം വരുത്തിയിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ തിടുക്കപ്പെട്ട് അറസ്റ്റ് നടത്തുന്നതിനാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അത് ജനാധിപത്യ രീതിക്ക് ചേർന്നതല്ല. പക്ഷെ എന്നിട്ട് പോലും കേരളത്തില് ഇ ഡി സംരക്ഷിക്കുന്ന CPM നേതാക്കന്മാരെ. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ CPM-നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന CPM-നൊഴിച്ച് ബാക്കി മുഴുവൻ ആളുകൾക്കും BJP-യിൽ നിന്ന് വേട്ടയാടലുകൾ നേരിടേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെയുള്ള അന്വേഷണത്തിൽ ഇതേവരെ ഇ ഡിയുടെ തുടർ നടപടികൾ ഇല്ലാതെ പോകുന്നത്? അവിടെയാണ് ഞങ്ങൾ സംശയിക്കുന്നത്, ചോദ്യം ചെയ്യുന്നത്. വ്യക്തമാണ്. ശരി, CPM-ന്റെ പ്രതിനിധി പറഞ്ഞു കോൺഗ്രസിന് പൗരത്വ വിഷയത്തിൽ, പൗരത്വ നിയമത്തിൽ വ്യക്തമായ നിലപാടില്ല എന്ന്. അരുൺകുമാറെ, ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. അത് പാർലമെന്റിൽ ഈ നിയമത്തിന്റെ ബില്ല് അവതരിപ്പിച്ച കാലത്തും അതിനുശേഷവും പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസ് ശക്തമായും വ്യക്തമായും ഞങ്ങളുടെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട സമരം ചെയ്ത കേസുകളിലെ കേസ് പിൻവലിക്കുന്നത് മാത്രമല്ല നിങ്ങളോട് ഞങ്ങൾക്കുള്ള എതിരഭിപ്രായം. ഈ കഴിഞ്ഞ ദിവസം പോലും സമരം ചെയ്ത കുട്ടികൾക്കെതിരെ നിങ്ങൾ എടുത്തിരിക്കുന്ന കേസ് എന്താ? കലാപാഹ്വാനത്തിനാണ്. കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് എടുത്തിരിക്കുന്ന കേസ്. നരേന്ദ്രമോദിയുടെ കോലം ഞങ്ങൾ കത്തിക്കുമ്പോൾ, നരേന്ദ്രമോദിക്കെതിരെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ അതെങ്ങനെ കലാപാഹ്വാനമായിട്ട് കേരളത്തിലെ പോലീസിന് തോന്നുന്നത്? ആദ്യം അതിൽ നിങ്ങളൊരു വ്യക്തമായ നിലപാട് പറഞ്ഞിട്ട് വേണം
കോൺഗ്രസിനെ വിമർശിക്കാൻ. രണ്ടാമത് താങ്കൾ പറഞ്ഞത് ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാടാണെന്ന്. നിങ്ങൾക്ക് പശ്ചിമ ബംഗാളിലെ നിലപാടെന്താ? അവിടെ നിങ്ങൾ കോൺഗ്രസിനോടൊപ്പമാണോ കോൺഗ്രസിനെതിരാണോ? നിങ്ങൾ മറ്റ് രാജസ്ഥാനിലും മറ്റേ തമിഴ്നാട്ടിലും നിങ്ങളുടെ നിലപാടെന്താ? തമിഴ്നാട്ടിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ജയിക്കണമെങ്കിൽ മത്സരിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ പടം വേണ്ടേ? നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിനകത്ത് DMKയുടെ നേതാവ് സ്റ്റാലിൻ്റെ കൂടെ ഞങ്ങളുടെയും പടം വേണ്ടേ? അപ്പോൾ ഓരോ സംസ്ഥാനത്തും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യത്യസ്ത നിലപാടുണ്ടാകുന്നുണ്ട്. ആ നിലപാടുകളുടെ പുറത്താണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടത്. ആ സാമാന്യ ബോധം താങ്കൾക്ക് ഉണ്ടാകണം. പിന്നെ ഈ ഡൽഹി മദ്യനയ കേസിൽ അഴിമതി ആരോപണമുണ്ട്, അതിൽ പരാതി ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷെ അന്വേഷണം നടക്കുമ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം, അത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ കൊടുത്ത് മണിക്കൂറുകൾക്കകം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന ആ സാഹചര്യത്തിൽ അതിന്റെ രാഷ്ട്രീയ താല്പര്യത്തെ ഞങ്ങൾ വിമർശിക്കുന്നു. കേജ്രിവാളിനെതിരെയുള്ള മൊഴി പോലും കള്ളമൊഴിയാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കാരണം മാപ്പുസാക്ഷി മൊഴിയാക്കിയെടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിനെ സംശയിക്കുന്നു. കേജ്രിവാൾ ഇതിൽ പ്രതിയാണോ അല്ലേ എന്ന് പറയാൻ ഞങ്ങൾക്കറിയില്ല. പക്ഷേ അവിടെ അഴിമതി ആരോപണമുണ്ട്, അത് അന്വേഷിക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. അതിൽ തെറ്റൊന്നുമില്ല. ഇതേ കേജ്രിവാൾ കോൺഗ്രസിന് 10 വർഷം മുമ്പ് അധികാരത്തിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് രാംലീല മൈതാനിയിൽ സമരം ചെയ്ത ആളാണ്. പക്ഷേ ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ഓടിയെത്തിയത് രാഹുൽ ഗാന്ധിയാ. ഇവർക്ക് വേണ്ട മുഴുവൻ പിന്തുണയും നിയമ പിന്തുണയും കൊടുക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ എതിർക്കുന്ന ആളുകൾക്ക് കൂടി ഈ രാജ്യത്ത് നിലനിൽക്കാനുള്ള ജനാധിപത്യ അവകാശം ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അടുത്തത് താങ്കൾ പറയുന്നത് ഈ കേജ്രിവാളിന്റെ മദ്യനയ കേസുമായി ബന്ധപ്പെടുത്തി താങ്കൾ കരുവന്നൂരിനെ അങ്ങ് വെള്ളപൂശല്ലേ? കേജ്രിവാളിന്റെ മറവിൽ കരുവന്നൂരിലെ ആ കൊടുവാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരിവാളും ഒന്നും അങ്ങോട്ട് മറച്ച് കടത്തണ്ട. കരുവന്നൂരിലെ വിഷയം എന്താ? കരുവന്നൂരിലെ സഖാക്കന്മാരെ സഹകാരികളെ കൊള്ളയടിച്ച CPM-ന്റെ നേതാക്കന്മാർക്കെതിരെയാണ് അന്വേഷണം. അതിൽ അന്വേഷണം വേണ്ടെന്ന് കരുവന്നൂരിലോ ഇരിഞ്ഞാലക്കുടയിലോ പോയി പ്രസംഗിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളുടെ തൃശ്ശൂർ ജില്ലയിൽ മത്സരിക്കുന്ന 3 LDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് അത് പറയാൻ ധൈര്യമുണ്ടോ? കരുവന്നൂർ വിഷയത്തിൽ അന്വേഷണം വേണ്ട, സഹകാരികൾക്ക് നീതി കൊടുക്കേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അപ്പോൾ ആ വിഷയം ഡൽഹി കേസുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടണ്ട. ഇനി നിങ്ങളുടെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തിനാ കരുവന്നൂരിലെ പ്രതികൾ എന്ന് കേരളം മുഴുവൻ സംസാരിക്കുന്ന AC മൊയ്തീൻ അടക്കമുള്ള ആളുകളെ കണ്ട് സംസാരിച്ചത്? ഞാൻ മനസ്സിലാക്കുന്ന 2 ഉറപ്പ് കൊടുക്കാനാ. ഒന്ന്, ED വരില്ല, പേടിക്കണ്ട എന്ന് പറയാനായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ എങ്ങാനും പിടിച്ച ഞങ്ങളെ ഒറ്റരുത് എന്ന് പറയാനായിരിക്കും. ഈ 2 അഭിപ്രായമായിരിക്കാനോ സാധ്യത. പണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ചുള്ള MV ഗോവിന്ദൻ സഖാക്കളെ നമ്മളെ ഒറ്റരുതെന്ന്, അത് പറയാനായിരിക്കും. ഈ 2-ൽ-1 പറയാനായിരിക്കും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് MA ബേബി പ്രസംഗിച്ചത്. നരേന്ദ്രമോദിക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ അദ്ദേഹത്തിന്റെ സേവകർക്ക് എന്ത് അഴിമതിയും നടത്താമെന്ന്. അത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള SFIO അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു, ഇല്ലേ? ED അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. അതുകൊണ്ടാണ് LDF-നും NDA-ക്കും ഒറ്റ കൺവീനറാണ് EP ജയരാജൻ എന്ന് ഞങ്ങൾ പറയുന്നത്. UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരം, LDF-ന്റെ സഖ്യകക്ഷിയാണ് ഇവിടെ BJP. ഇനി നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളെ എതിർക്കുന്നുണ്ട്. നിങ്ങൾ ഈ കൊടകരയിലെ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് സംരക്ഷിക്കുന്ന നിലപാടല്ലായിരുന്നോ? കാസർഗോഡ് സുന്ദരയുടെ കേസിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് കേരള പോലീസിന്റെ പ്രോസിക്യൂഷന്റെ അത് കോൺഗ്രസിനോടാണ്. നിങ്ങൾ മാസപ്പടിയുമായി ബന്ധപ്പെട്ട കേസിൽ നിയമസഭയിൽ നിങ്ങൾ ഒത്തുതീർപ്പ് വരുത്തിയതുപോലെ നിങ്ങൾ വലിയ പ്രശ്നമുണ്ടാക്കാതെ അന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് BJP-യുടെ ആരോപണം. അതുപോലെ ദേശീയ അന്വേഷണ ഏജൻസികൾ അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ ഒത്തുതീർപ്പിൽ എത്തണമോ എന്നുള്ളതാണ് BJP ചോദിക്കുന്നത്. ഒന്ന്, കേരളത്തിലെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ നിലവാരത്തിനനുസരിച്ച് മറുപടി പറയാൻ ഞാൻ യോഗ്യനാണോ എനിക്കറിയില്ല. പക്ഷേ കേരളത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കിയത് BJP-യാണ്. മാസപ്പടി വിഷയം വർഷങ്ങൾക്ക് മുമ്പ് അറിഞ്ഞ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ SFIO-യുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ്, ROC-യുടെ അന്വേഷണം വരുന്നതിന് മുമ്പ്, ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ, അഴിമതിക്ക് സമാനമായിട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കലിന് സമാനമായിട്ടുള്ള കണ്ടെത്തൽ ഉണ്ടായിട്ട് CBI അന്വേഷണം വന്നില്ല, ED അന്വേഷണം വന്നില്ല എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ED അന്വേഷണം തുടങ്ങിയിരുന്നു എന്നുള്ള വസ്തുത കേരളത്തിലെ BJP നേതാക്കന്മാരും CPM നേതാക്കന്മാരും മറച്ചുവെച്ചു. കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം ഉന്നയിച്ച് കോൺഗ്രസ് UDF സമരം ചെയ്തിട്ടുണ്ട്. നിരന്തരം ഈ വിഷയം മാധ്യമങ്ങളുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചർച്ചയാകുന്ന എന്തുകൊണ്ടാണ്? മാത്യു കുഴൽനാടൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ നിരന്തര പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഇനി ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. തോമസ് ഐസക്കിന് ED-യുടെ അന്വേഷണത്തിന്റെ നോട്ടീസ് വന്നിട്ട് എത്രയോ പ്രാവശ്യം അദ്ദേഹം ഹാജരാകാതെ നടക്കുന്നു. എന്തുകൊണ്ട്? കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആവേശം തോമസ് ഐസക്കിന്റെ
ഐസക്കിന്റെ കാലത്ത് ഉണ്ടാവാതിരുന്നത്, തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ ഉണ്ടാവാതിരുന്നത്? കൃത്യമായ രാഷ്ട്രീയ താല്പര്യം ഇഡിക്കുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘപരിവാർ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഭരിക്കുന്നതെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക്, മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലേക്ക് ഒന്നും അന്വേഷണം വരാത്തത്. ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യം, ഒറ്റ കാര്യം ഒരു മിനിറ്റ് മതി. ബിജെപിയുടെ പ്രതിനിധി പറയുന്നുണ്ട് അന്വേഷണം തുടങ്ങിയിട്ട് കാലങ്ങളായി, പക്ഷെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോഴാണ് സമയം കിട്ടിയതെന്ന്. ഈ അന്വേഷണം തുടങ്ങിയിട്ട് കാലങ്ങളായിട്ട് എന്തുകൊണ്ടാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഈ സമയം തെരഞ്ഞെടുത്തത്? അത് ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം തടയാൻ വേണ്ടിയിട്ട്, ആളുകളുടെ മുമ്പിൽ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഡി കേസിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് താങ്കൾ മാധുവിന് ക്ലാസ് എടുത്തു. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം UPA സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന കേസുകളെക്കാൾ 400 ഇരട്ടി, 400% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അത്രയും നേതാക്കൾക്കെതിരെ ആ ഇഡി കേസ് ഇനീഷ്യേറ്റ് ചെയ്തതിനു ശേഷം സ്വന്തം പാളയം മാറി ഭരണപക്ഷ നിരയിൽ പോയി സ്വസ്ഥരായവർ ഏറെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം മാധ്യമങ്ങൾ അച്ചടിച്ച് നിരത്തി വെച്ചിട്ടുണ്ട്. അവരുടെ ഫോട്ടോയും വിവരങ്ങളും അടക്കം എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതൊന്നും കാണാതിരിക്കുകയോ കേൾക്കാതിരിക്കുകയോ പറയാതിരിക്കുകയോ ചെയ്യുന്ന വിവരങ്ങളൊന്നും അല്ല ജിൻഡോ, ഇതൊക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ശരി.